വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നേരത്തെ മുക്കത്ത് നിന്ന് നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. പീഡന ശ്രമത്തിനിടെ ആ പെൺകുട്ടി ഹോട്ടലിന്റെ മുകൾ നിലയിൽ നിന്ന് ചാടിയ സംഭവത്തിൽ ഇപ്പോൾ ഹോട്ടൽ ഉടമ അറസ്റ്റിലായ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇന്നലെ ആ പെൺകുട്ടിയുടെ മൊബൈലിൽ ആ സംഭവങ്ങൾ റെക്കോർഡായിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. ആ കുട്ടി അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പീഡന ശ്രമം നടക്കുന്നത്. അത് കുതിറിയോടുകയും നിലവിളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ കെട്ടിടത്തിൽ നിന്നെടുത്ത് താഴോട്ട് ചാടുകയായിരുന്നു. ഹോട്ടൽ ഉടമ ദേവദാസനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. പേരിൽ മാത്രമാണ് ഈ ദേവൻ ഉള്ളത്. കൈലിരിപ്പ് ചെകുത്താൻ്റെയാണ്. വിവരങ്ങളുമായി ലതീഷാണ് നമ്മളോടൊപ്പം ചേരുന്നത് കോഴിക്കോട് നിന്ന്. ലതീഷ്, ഇപ്പോൾ ഈ കേസിൽ വളരെ വേഗത്തിൽ മുഖ്യപ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരിക്കുകയാണ്. ഹോട്ടൽ ഉടമ അറസ്റ്റിലായിരിക്കുന്നു, പിടിയിലായിരിക്കുന്നു. മറ്റുള്ളവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? മനു, കുന്നംകുളത്ത് വെച്ചാണ് ഹോട്ടൽ ഉടമയായ ദേവദാസിനെ മുക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടി ദേവദാസിനെ മുക്കം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ശനിയാഴ്ച രാത്രിയാണ് ഈ സംഭവം നടന്നത്. ഗെയിം കളിക്കുന്നതിനിടെയാണ് ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ, അല്ലെങ്കിൽ യുവതിയെ, ഹോട്ടൽ ജീവനക്കാരി കൂടിയായ യുവതിയെ ഉപദ്രവിക്കാൻ അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് ദേവദാസും മറ്റു 2 സഹായികളും അല്ലെങ്കിൽ സുഹൃത്തുക്കളും എത്തിയത്. കുട്ടി ഇവരിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി കുതറി ഓടുകയും നിലവിളിക്കുകയും ചെയ്തു. എന്നാൽ ഇവർ പിൻവാങ്ങിയില്ല. തുടർന്നാണ് 1-ാം നിലയിൽ നിന്നും പെൺകുട്ടി താഴേക്ക് ചാടുന്നത്. ചാടിയ ശേഷവും ഇവർ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നാണ് കുട്ടി പോലീസിന് നൽകിയ മൊഴി. എന്തായാലും പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് പ്രതികൾ 3 പേരും കേസെടുത്തതോടുകൂടി ഒളിവിൽ പോയത്. ഇവരുടെ വീടുകളിലും മറ്റും സുഹൃത്തുക്കളുടെ സ്ഥലങ്ങളിലുമെല്ലാം ചെന്ന് പോലീസ് അന്വേഷിച്ചെങ്കിലും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് ദേവദാസിനെ പോലീസ് കുന്നംകുളത്ത് വെച്ച് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി പിടികൂടിയത്. പുലർച്ചെ 4 മണിയോടുകൂടി മുക്കം പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ എത്തിച്ചിട്ടുണ്ട്. കൂട്ടുപ്രതികളും വൈകാതെ പിടിയിലാകുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മനു, ഈ ഹോട്ടലിലെ ജീവനക്കാരാണോ കൂട്ടുപ്രതികൾ? സുഹൃത്തുക്കളാണ്, ദേവദാസിന്റെ സുഹൃത്തുക്കളാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഈ യുവതി ദേവദാസിന്റെ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന യുവതിയാണ്. യുവതി കണ്ണൂർ സ്വദേശിയാണ്. മുകളിൽ നിന്നും താഴേക്ക് ചാടി രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിനിടെ താഴേക്ക് ചാടിയതിനെ തുടർന്ന് യുവതി പരുക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടനില തരണം ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് പോലീസ് മൊഴി രേഖപ്പെടുത്തിയത്. ഇനിയിപ്പോൾ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. മനു, അത് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷമായിരിക്കുമല്ലോ അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ, അല്ലേ? തീർച്ചയായും ആരോഗ്യ നില കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചായിരിക്കും അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. അതിനായി ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ദേവദാസിൻ്റെ അറസ്റ്റും അതേപോലെ തന്നെ പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം ദേവദാസിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. ആ നടപടികൾക്കാവും ഇന്ന് പ്രാമുഖ്യം നൽകുക. അതിനുശേഷമായിരിക്കും കൂടെയുള്ളവരെ കുറിച്ച് ഏകദേശ ധാരണ പോലീസിന് ഇപ്പോൾ ആയിട്ടുണ്ടോ? ഇപ്പോൾ ഇയാളെ പിടികൂടുക കൂടി ചെയ്ത സാഹചര്യത്തിൽ ദേവദാസിനെ പിടികൂടിയ സാഹചര്യത്തിൽ കൂട്ടുപ്രതികളെക്കുറിച്ചുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇവർ ഒരുമിച്ചായിരുന്നില്ല രക്ഷപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് നൽകുന്ന വിവരവും ആ നിലയിലുള്ളതാണ്. കാരണം ദേവദാസിനെ പിടികൂടുക തന്നെയായിരുന്നു പ്രധാനം. കാരണം ദേവദാസാണ് മറ്റു 2 പേരെ കൂട്ടി വന്ന് യുവതിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്. അതുകൊണ്ട് തന്നെ ദേവദാസിനെ പിടികൂടുകയായിരുന്നു പോലീസിന്റെ ലക്ഷ്യം. ദേവദാസിനെ പിടികൂടിയാൽ മറ്റു കൂട്ടുപ്രതികളും വലയിലാകും അല്ലെങ്കിൽ പിടിയിലാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. എന്തായാലും മറ്റു 2 പേർക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ ഹോട്ടലിന്റെ പേരെന്താണ്? ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ്. സങ്കേതം എന്നാണ് പറ്റിയ പേരാണ് ഹോട്ടലിന്റെ പേര്. കോഴിക്കോട് മുക്കത്ത് മാമ്പറ്റയിലാണ് ഈ ഹോട്ടൽ പ്രവർത്തിക്കുന്നത്. അധിക കാലമായിട്ടില്ല ഈ ഹോട്ടലിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ യുവതിയും അധികമായിട്ടില്ല ഇവിടെ ജോലിക്കാരിയായി വന്നിട്ട്. ഇവർ നിരന്തരം ഇവരെ ഉപദ്രവിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങളെല്ലാം യുവതി രഹസ്യമൊഴി നൽകുക വഴി കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ യുവതിയുടെ കുടുംബമാണ് ആ വീഡിയോ പുറത്തുവിട്ടത്. ആ വീഡിയോയിൽ അവർ കരയുന്നതും ബഹളം വയ്ക്കുന്നതും ഇവരുടെ സംസാരവും, അതായത് പ്രതികളുടെ സംസാരവുമെല്ലാം ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു. ശബ്ദമായി ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു. കാരണം യുവതി ഗെയിം കളിക്കുന്നതിനിടെ അല്ലെങ്കിൽ ഗെയിം കാണുന്നതിനിടെയാണ് ഇവർ റൂമിലേക്ക് വന്ന് കയറുകയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. അതിൽ നിന്നും അവർ രക്ഷപ്പെടുന്നതിൻ്റെ ഭാഗമായി താഴേക്ക്
എടുത്തു ചാടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. താഴെ വീണ ശേഷവും ഇവർ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നാണ് പോലീസിന് യുവതി നൽകിയ മൊഴി. അതുകൊണ്ട് തന്നെ യുവതിയുടെ രഹസ്യമൊഴിയും ഇക്കാര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായിരിക്കും. എന്തായാലും ദേവദാസിൻ്റെ പ്രാഥമിക ചോദ്യം ചെയ്യലും അറസ്റ്റും രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും ഈ നടപടിയിലേക്ക്, രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ദേവദാസിൻ്റെ കൂട്ടുപ്രതികളായ രണ്ടുപേർക്കായുള്ള അന്വേഷണവും മുക്കം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഈ വിഷയത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട്. അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ വനിതാ കമ്മീഷൻ കോഴിക്കോട് റൂറൽ SP-യോട് ഇന്നലെ രാത്രി തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. മനു. ഓക്കെ ലതീഷാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും മുഖ്യപ്രതി പിടിയിലായിരിക്കുകയാണ്. ദേവദാസൻ എന്നാണ് അയാളുടെ പേര്. സങ്കേതം എന്ന് പറയുന്ന ഹോട്ടൽ നടത്തുന്ന ആൾ കൂടിയാണ് ഇയാളാണ് അയാളുടെ ഹോട്ടലിലെ ജീവനക്കാരിയായ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ആ പെൺകുട്ടി അതിൽ നിന്ന് രക്ഷപ്പെടാനായ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് എടുത്ത് താഴേക്ക് ചാടുകയായിരുന്നു. താഴെ വീണതിന് ശേഷവും ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നതാണ് ആ പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത്. ഭാഗ്യം കൊണ്ട് ആ കുട്ടി ഇപ്പോൾ അപകടനില തരണം ചെയ്തിരിക്കുകയാണ്. ആരോഗ്യപരമായി മെച്ചപ്പെട്ടു വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതൊരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഏതായാലും മണിക്കൂറുകൾക്കുള്ളിൽ ഈ പ്രധാന പ്രതിയെ പിടിക്കാൻ കഴിയുന്നത് പോലീസിനെ സംബന്ധിച്ച് ഒരു നേട്ടം തന്നെയാണ്. കാരണം വളരെ വേഗത്തിൽ മറ്റു പ്രതികളിലേക്ക് പോകാൻ അതുവഴി അന്വേഷണ സംഘത്തിന് കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.